സംസ്കരിക്കായി പ്ലാസ്റ്റിക്കും പഞ്ഞിയും അതുമാതിരിയുള്ള ശാസ്ത്രീയമായിട്ടല്ല പ്ലാസ്റ്റിക് സംസ്കരിക്കുന്നത്. പട്ടണ പ്രാന്തത്തിലുള്ള ഒരു പഞ്ചായത്തായതുകൊണ്ട് കൃഷിയുടെ പ്രാമുഖ്യം കുറയുന്നു എന്ന് പൊതുവെ പ്രസിഡന്റ് പറഞ്ഞെങ്കിലും ഞാൻ നിങ്ങളുടെ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ നിങ്ങൾ അക്കാര്യത്തിലൊക്കെ വളരെ സമയോചിതമായ ചില തീരുമാനങ്ങൾ എടുത്തതായിട്ട് ഞാൻ കാണുന്നു. അതായത് നെൽകൃഷിയിൽ നിന്നുള്ള ഊന്നൽ മാറ്റിയിട്ട് അവിടെ പാലുൽപാദനത്തിനുള്ള അനുഭവമായ സാധ്യതകൾ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതൊരു നല്ല തുടക്കമാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡയറി മേഖലയിൽ വളരെ ആധുനികവൽക്കരിക്കപ്പെട്ട സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനൊരു സമഗ്ര പദ്ധതി പഞ്ചായത്തിനുണ്ടാക്കണം. കാരണം എത്ര പാലുണ്ടാക്കിയാലും നിങ്ങൾക്കവിടെ വിറ്റഴിക്കാൻ സാധിക്കും. പാലിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഭൂവിഭാഗമാണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ പഞ്ചായത്തിലെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു പുതിയ ആസൂത്രണം നിങ്ങൾ നടത്തണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാർഷിക മേഖലയിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കാൻ കഴിയും. പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം? സാറേ, കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം വ്യവസായ മേഖലയാണെന്ന് പ്രസിഡന്റ് പറഞ്ഞെങ്കിലും പെരിയാറിന്റെ തീരമായ കിഴക്കൻ മേഖലകളിലെ വാഴക്കൃഷി അതേപോലെ തന്നെയുള്ള തരിശു കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം SH ഗ്രൂപ്പ് സ്വയം സഹായ സംഘത്തിന്റെ കീഴിലെല്ലാം കൃഷികൾ നടത്തുന്നുണ്ട്. കുടുംബശ്രീ ഇതെല്ലാം. ആരോഗ്യമാണല്ലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രോജക്റ്റ്. ഇതിനകത്ത് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഇതിനകത്ത് നിങ്ങൾക്ക് മാനസിക വെല്ലുവിളികളുള്ള കുട്ടികൾക്കുള്ള നിങ്ങളൊരു ഏകദേശം ഒരു 16 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? 13 ലക്ഷം രൂപയോളം ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂള് പണിതിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ ഞങ്ങളൊരു സ്കൂൾ നടത്തുന്നുണ്ട്. 25ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം, അവർക്ക് വേണ്ട മറ്റ് സാമഗ്രികൾ ഒരുക്കുന്നതിനും അതോടൊപ്പം തന്നെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഞങ്ങളുടെ പഞ്ചായത്തിലെ 52ഓളം കുട്ടികൾക്ക് ഞങ്ങൾ സ്കോളർഷിപ്പും കഴിഞ്ഞ വർഷം നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ആ തുക ചെലവഴിക്കപ്പെട്ടത്. അവർക്ക് വേണ്ടി ഒരു വാഹനം തന്നെ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കുട്ടികളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുവരാനുള്ള നിലയിൽ പഞ്ചായത്തിന്റെ ജീപ്പ്. അവരുടെ വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും അവരെ എങ്ങനെ ഏത് ലെവലിലുള്ളവരെ സാമ്പത്തികമായിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് തീർച്ചയായും ഞങ്ങളുടെ സ്കൂളുകളിലേക്ക് വരുന്നത്. അതുകൊണ്ട് അവരുടെ യാത്രാ സൗകര്യം സൗജന്യമാണ്, ഭക്ഷണം സൗജന്യമാണ്, അവരുടെ യൂണിഫോം സൗജന്യമാണ്. ഈ ആശ്രയ പദ്ധതിയിൽ 10 ലക്ഷം ഉറുപ്പിക ചെലവ് ചെയ്ത് 54 ഗുണഭോക്താക്കൾക്ക് എന്തൊക്കെയാണ് അതിൽ ചെയ്തത്? അവര് വീടില്ലാത്ത 11ഓളം പേർക്ക് വീട് വെച്ച് കൊടുത്ത്, പിന്നെ ചിലർ വീട് അറ്റകുറ്റപ്പണി നടത്തേണ്ടവർക്ക് അറ്റകുറ്റപ്പണി നൽകി കൊടുത്തു. പിന്നെ അവർക്ക് സൗജന്യമായി ഭക്ഷണം, മരുന്ന്, മറ്റാവശ്യങ്ങളെല്ലാം പഞ്ചായത്ത് തന്നെയാണ് അവരുടെ നടത്തിക്കൊണ്ടുപോകുന്നത്. തരിശു ഭൂമി ഉണ്ടോ? ഉണ്ട്, കുറച്ചുണ്ട്. അതിന്റെ വിസ്തീർണം രേഖപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കാൻ കാര്യം. കുറച്ച് ഭൂമി കിടക്കുന്നുണ്ട്. 30 ഹെക്ടർ കൃഷി നെൽകൃഷിയാണോ? നെൽകൃഷി, കഴിഞ്ഞ 30 ഹെക്ടർ നെൽകൃഷി. അങ്ങനെ ഈ തരിശായി കിടക്കാൻ കാരണം എന്താണ്? അത് കുറച്ച് ഈ പറഞ്ഞ പോലെ കമ്പനിയോട് അടുത്ത് കിടക്കുന്ന പ്രദേശം എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് അവിടെ കൃഷി ചെയ്യാൻ ചില അസൗകര്യം, ശാസ്ത്രീയമായി അവിടെ കൃഷി ചെയ്യാനുള്ള ചില അസൗകര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കമ്പനിയുടെ മാലിന്യങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം അടക്കം ജനങ്ങളിലുണ്ട്. കമ്പനിയുടെ മാലിന്യം പഞ്ചായത്ത് ഏരിയയിൽ പ്രവേശിച്ച് കൃഷിഭൂമി നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്. കമ്പനി അതിന് കോമ്പൻസേഷൻ തരാൻ നിയമമുണ്ട്. അത് അത് അവൈൽ ചെയ്യണ്ടേ? സാറേ, അതിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഞങ്ങളുടെ പ്രദേശം നന്നായിട്ട് നെൽകൃഷി ഉണ്ടായിരുന്നൊരു പ്രദേശം. ഇപ്പോൾ ഈ വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കർഷക തൊഴിലാളികളെ കിട്ടാത്ത പ്രശ്നങ്ങളും അതുപോലെ തന്നെ കൃഷിയിലേക്കുള്ള ഈ കൃഷിയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞതൊക്കെ തന്നെ ആൾക്കാരെ അതിൽ നിന്ന് പുറകോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ കൃഷിഭവനുണ്ടോ? കൃഷിഭവനുണ്ട്. ഇപ്പം ഇത്രയും ചെറിയ ഒരു കൃഷി സ്ഥലത്ത് ഇത്രയും കാർഷിക വികസനത്തിന് സാധ്യതയില്ലാത്തൊരു സ്ഥലത്തൊരു ഫുൾ ടൈം കൃഷിഭവന്റെ ആവശ്യമുണ്ടോ? യഥാർത്ഥം നെൽകൃഷി മാത്രമേ എല്ലാ കൃഷിയും നന്നായിട്ടുണ്ട്. ഏത്തവാഴ കൃഷിയൊക്കെ നന്നായി എറണാകുളം ജില്ലയിൽ തന്നെ വേണമെങ്കിൽ ഒന്നാമതാണ് എന്ന് പറയാവുന്ന തരത്തിൽ ഏത്തവാഴ കൃഷി, കൃഷി, പച്ചക്കറി കൃഷി എല്ലാം നന്നായി ഉള്ള പ്രദേശമാണത്. വേണം അല്ലേ? ഈ കമ്പനികളിലെ മാലിന്യം നിങ്ങളുടെ അവിടേക്ക് തട്ടുന്നത് കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെപ്പറ്റി കൃത്യത വേണം. കൃഷി കേടുവരുത്തുന്ന ഫാക്ടറികൾ ഉണ്ടെങ്കിൽ അവരെ മുട്ടുകുത്തിക്കാനുള്ള നിയമമുണ്ട്. അതൊക്കെ നമ്മളെ അവൈൽ ചെയ്യണം. ആരോഗ്യ മേഖലയിൽ വലിയ കാര്യങ്ങൾ, വലിയ അന്വേഷണങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ ഈ ആലങ്ങാട് പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ കടങ്ങനൂർ പഞ്ചായത്തിൽ ഇത്രയേറെ അഗതികളുണ്ട്, നിരാശ്രയരായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് എറണാകുളം ജില്ലക്കാരൻ എന്നുള്ള നിലക്ക് എനിക്ക് അല്പം ദുഃഖം തരുന്നൊരു കാര്യമാണ്.
വാസ്തവത്തിൽ ഇത്രയുണ്ടോ? അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും ഫലപ്രദമായ നടപടികളിലൂടെ അതിന് ഘട്ടം ഘട്ടമായിട്ട് പരിഹാരം കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? ഘട്ടം ഘട്ടമായി പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഈ 20 വാർഡുകളുണ്ട്, 33 ആശാപ്രവർത്തകരുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല അതിനകത്ത്. പക്ഷേ കുടുംബശ്രീയുടെ പ്രവർത്തനം, പ്രസിഡന്റ് പറഞ്ഞു 88ാമത്തെ സ്ഥാനത്തായിരുന്നു പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതി വരുന്നതിന് മുമ്പ്. ഇപ്പം എത്ര സ്ഥാനം? ഇപ്പോൾ ഞങ്ങളൊരു സ്ഥാനം, ഞങ്ങളുടെ ഒരു കണക്കൂട്ടലിൽ ഞങ്ങൾ ഏതാണ്ട് വളരെയേറെ മുന്നിലെത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു 10ാം സ്ഥാനത്തെങ്കിലും ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ല, എന്തായാലും ആ രംഗത്ത് കുറെ കൂടി കൂടുതൽ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് എന്ന്. വേറെ മൈക്രോ സംരംഭങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു മറ്റ് പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിയപ്പോൾ കുടുംബശ്രീ മേഖലയിൽ കുറെ കൂടി ശക്തമായ പ്രവർത്തനം, പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിലൊക്കെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പഞ്ചായത്തിന് ഈ മേഖലയിൽ കൂടി കുറെ കൂടി ഉൽപാദനപരമായിട്ടോ അല്ലെങ്കിൽ സേവനപരമായിട്ടോ സംഭാവന അർപ്പിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നിയത്. നമുക്ക് മാർക്സിലേക്ക് കിടക്കാല്ലേ? കടമാശി മാർക്ക് 15-ൽ 11. 10-ൽ 7. മാറ്റം വരുത്തുന്നില്ല. 10-ൽ 7. ടോട്ടൽ 60-ൽ 43 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. കടുങ്ങല്ലൂരിന്റെ വികസന പദ്ധതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർക്ക് തീർച്ചയായും SMS അയക്കുക. SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് KGLR സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജഡ്ജസ് ഡോക്ടർ KP കണ്ണൻ, ശ്രീ R ഹേലി, ശ്രീമതി നിർമ്മല സാനു ജോർജ്, ഡോക്ടർ ലതാ ഭാസ്കർ, കൂടാതെ ഇന്ന് അതിഥിയായി നമ്മോടൊപ്പം മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ. കുടിവെള്ള പദ്ധതികൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികളാണെന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം കിലോമീറ്ററുകളോളം നടന്ന് കുളത്തിൽ വെള്ളമേറ്റിക്കൊണ്ടുവരുന്ന സ്ത്രീകളുടെ ദൃശ്യങ്ങൾ വേനൽക്കാലത്തെ ഗ്രാമക്കാഴ്ചകളിലൊന്നാണ്. കുടിവെള്ള പദ്ധതിയോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുമായിട്ടാണ് പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം തിരുവേഗപ്പുറയെ ഈ വേദിയിലേക്ക്. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധികളെ പരിചയപ്പെടാം. പ്രസിഡന്റ് ശ്രീമതി PP ഇന്ദിരാദേവി ടീച്ചർ, വൈസ് പ്രസിഡന്റ് ശ്രീ PT കുഞ്ഞലവി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ CJ മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി KK ഖദീജ, മെമ്പർ ശ്രീ MV അനിൽകുമാർ. തിരുവേഗപ്പുറ എന്ന് ഈ പേര് വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ? തിരുവേഗപ്പുറ പഞ്ചായത്ത് തിരുവേഗപ്പുറ എന്ന് പേര് വരാൻ കാരണം തൂതപ്പുഴയുടെ കൂടുതൽ തിരുവുറവുകൾ ചേർന്ന പ്രദേശമാണ് തിരുവേഗപ്പുറ എന്നും, പിന്നെ തിരു എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ വാഹനമായ പരുന്ത് എന്ന അർത്ഥമുണ്ടെന്നും, പരുന്ത് പറന്നു പോകുമ്പോൾ ഈ പ്രദേശത്തെത്തിയപ്പോൾ വേഗം പറ എന്ന് പറഞ്ഞ് പരുന്ത് വേഗത്തിൽ പറന്നു എന്നും ഒരു ഐതിഹ്യമുണ്ട് എന്ന് ഇടയുണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും ഉണ്ട് എന്നും അറിയാനിടയായിട്ടുണ്ട്. പാലക്കാട് ജില്ലയുടെ
പടിഞ്ഞാറേ അറ്റത്തുള്ള തൂതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പറയിപറ്റ പന്തിരകുലത്തെയും തിരുവേഗപ്പുറം മഹാക്ഷേത്രത്തെയും ചെമ്പ്ര എഴുത്തച്ഛന്മാരും അതുപോലെ തന്നെ ഇന്ദ്രജാല ചക്രവർത്തിയായ പ്രൊഫസർ വാഴക്കുന്നൻ്റെയും ചെറുളിയിൽ കുഞ്ഞുണ്ണി നമ്പൂശൻ്റെയും എന്നിവരുടെ പേരുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ സാംസ്കാരിക പൈതൃകം കൂടിയുള്ള ഒരു പഞ്ചായത്താണ് തിരുവേഗപ്പുറ പഞ്ചായത്ത്. മഹത്തരമായ ചരിത്രവും അതിനനുഗുണമായ ഭൂമിശാസ്ത്ര പ്രത്യേകതകളുമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറ. പഞ്ചായത്തിന്റെ കിഴക്കേ അതിരിൽ സ്ഥിതി ചെയ്യുന്ന രായിരനെല്ലൂർ മല നാറാണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടിക്കയറ്റിയ ഐതിഹ്യം കൊണ്ട് പ്രസിദ്ധമാണ്. തുലാം 1 കേരളത്തിന്റെ നാനാഭാഗത്തുനിന്ന് ആളുകൾ രായിരനെല്ലൂർ മല കയറുവാൻ ഇവിടെ എത്താറുണ്ട്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഭ്രാന്തൻ കല്ല് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒറ്റക്കല്ല്, നാറാണത്ത് ഭ്രാന്തൻ തപസ്സനുഷ്ഠിച്ച ഭ്രാന്താചലം എന്നിവ പ്രസിദ്ധമാണ്. പറയിപെറ്റ പന്തിരുകുലത്തിലെ നാറാണത്ത് ഭ്രാന്തൻ ഈ രായിരനെല്ലൂർ എന്ന സ്ഥലത്ത് വന്നത് വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭൗതിക നിലവാരത്തിലേക്ക് ഉയരാൻ ഇവിടുത്തെ സമൂഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ അദ്ദേഹത്തെ ഭ്രാന്തനായി ചിത്രീകരിച്ചു. ഈ മലയ്ക്ക് മുകളിൽ കൊണ്ടുവന്നാണ് ചങ്ങലക്കിട്ടത്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം നിർമ്മിച്ചൊരു ഗുഹാക്ഷേത്രവും കൂട്ടത്തിൽ ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയും ഇവിടെയുണ്ട്. നാറാണത്ത് ഭ്രാന്തനെ ചങ്ങലക്കിട്ടിരുന്ന കാഞ്ഞിരമരം ഇവിടെയുണ്ട്. വളരെ വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ കാഞ്ഞിരമരം എന്നാണ് പറയുന്നത്. അതിൽ ഇരുമ്പിൻ്റെ ചങ്ങലക്കണികൾ മുറുകി ഇതിൽ കിടപ്പുണ്ട്. അതുപോലെ വേറൊരു പ്രത്യേകത, ഈ കാഞ്ഞിരമരത്തിൽ ഇലകൾ കഴിക്കില്ലെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. നാറാണത്ത് ഭ്രാന്തൻ ഒറ്റ രാത്രി കൊണ്ട് ഒറ്റയ്ക്ക് നിർമ്മിച്ചതാണ് ഈ ഗുഹാക്ഷേത്രം എന്നാണ് പറയുന്നത്. ഇതിൽ നേരത്തെ കുറേ ചിത്രപ്പണികളൊക്കെ ഉണ്ടായിരുന്നു അത്ര. ഇപ്പം അതൊന്നും കാണുന്നില്ല. വെറും കൈ കൊണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ പോറിയാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. അതിൻ്റെ പോറി വെച്ച പാടുകൾ താഴെ വരെ ഇങ്ങനെ നീളത്തിൽ കാണുന്നുണ്ട്. 3 നിർമ്മിച്ചതിന് ശേഷം 4ാമതൊരെണ്ണം നിർമ്മിക്കാൻ പോയിരുന്നു. അപ്പോഴേക്ക് നേരം വെളുത്തു, അതവിടെ അവസാനിപ്പിച്ചു പോയി എന്നാണ് പറയുന്നത്. സുസ്ഥിര വികസനത്തിനായി എന്തെല്ലാം പദ്ധതികളാണ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്? സമസ്ത മേഖലയിലും സമഗ്രമായ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ച് മാത്രമല്ല 17 വാർഡുകളിലും അത്യാവശ്യം എന്താണോ വികസനം വേണ്ടത് എന്ന് പരിശോധിച്ച് ആ വികസനങ്ങൾ കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യം കുടിവെള്ളമാണ് എന്ന് കണ്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി കഴിഞ്ഞ വർഷങ്ങളിൽ സമ്പൂർണ്ണ കുടിവെള്ളമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ ശാസ്ത്രീകരണം അത്ഭുതപൂർവമായ പുരോഗതി ഉണ്ടാക്കുവാനും അതുപോലെ കുടുംബശ്രീ സ്വയം സംരംഭങ്ങൾ കൊണ്ട് ജില്ലയിലാകെ തന്നെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുവാനും ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട്. കൂടാതെ 128 ആശ്രയ കുടുംബങ്ങൾക്ക് അത്യാവശ്യം ആശ്രയ കുടുംബങ്ങളെ ഓരോരോ കുടുംബങ്ങളിലും പോയി അവരുടെ ആവശ്യം എന്താണോ എന്ന് പരിശോധിച്ച് അത് നിറവേറ്റുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വീടായാലും വൈദ്യുതി ആയാലും ഭക്ഷണമായാലും അങ്ങനെ അവരുടെ ഒട്ടുമിക്ക എല്ലാം തന്നെ പൂർണ്ണമായും നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു ഇത്. എന്നാൽ 4 വർഷമായി വേനൽക്കാലത്ത് പോലും ഇവിടെ വെള്ളത്തിന് ക്ഷാമമില്ലെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. കാരണം ധാരാളം കുടിവെള്ള പദ്ധതികളും ജലസേചന പദ്ധതികളും ഈ പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ കുടിവെള്ളത്തിന് തിരുവേഗപ്പുറ പഞ്ചായത്തിൽ മുന്തിയ പരിഗണനയാണ് നൽകി വരുന്നത്. വളരെയധികം കുടിവെള്ളക്ഷാമം അനുഭവിച്ചിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു തിരുവേഗപ്പുറ. കഴിഞ്ഞ 4 വർഷമായി ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളെ തെരഞ്ഞെടുത്ത് ചെറുകിട ജലസേചന പദ്ധതികൾ നടപ്പിലാക്കുകയും ആ പ്രദേശത്തെ മുഴുവൻ വീടുകളിലേക്ക് വെള്ളമെത്തിക്കുവാനും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു.
വേനൽക്കാലമാകുമ്പോൾ ഈ പ്രദേശത്തും രൂക്ഷമായ